റേഡിയോ 98.3 FM ട്യൂൺ ചെയ്തിരിക്കുമ്പോൾ നിങ്ങൾക്ക് 101 FM കേൾക്കാൻ കഴിയുമോ? പറ്റുമോ? ഒരിക്കലുമില്ല. എന്തുകൊണ്ട്? രണ്ടിൻ്റെയും ഫ്രീക്വൻസി മാച്ച് ചെയ്യുന്നില്ല. ഇതുപോലെ തന്നെയാണ് നമുക്ക് ഒരുപാട് സക്സസ്ഫുൾ ആവണം, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് നമുക്ക് മണി ഫ്ലോ നമ്മളിലേക്ക് വരണം, ഒരുപാട് നമ്മൾ സന്തോഷം ആഗ്രഹിക്കും. പക്ഷേ നമ്മുടെ മനസ്സ് ഭയത്തിൻ്റെ ഫ്രീക്വൻസിയിൽ ആണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം എങ്ങനെ നിങ്ങളിലേക്ക് വരും? പലരും പറയും മാനിഫെസ്റ്റേഷനൊന്നും വർക്ക് ചെയ്യുന്നില്ല. പക്ഷേ നമ്മൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കണം. നമ്മളിപ്പോൾ നമ്മുടെ ഗോൾ ഒരു റേഡിയോ സ്റ്റേഷൻ ആണെന്ന് ജസ്റ്റ് ഒന്ന് സങ്കല്പിക്കുക. മനസ്സ് ഏത് ഫ്രീക്വൻസിയിലാണ് ട്യൂൺ ചെയ്യേണ്ടതെന്ന് നമ്മൾ ശ്രദ്ധിക്കണ്ടേ? അപ്പോൾ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ രാഹുൽ എന്നൊരു വ്യക്തിയുടെ ഒരു സ്റ്റോറി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ അംബിക അജേഷ്, സർട്ടിഫൈഡ് ഹാപ്പിനെസ് കോച്ച് ആൻഡ് മൈൻഡ് പവർ ട്രെയിനർ. എൻ്റെ ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഞാൻ നടത്തി വരുന്ന ഗ്രൂപ്പ് സെഷൻസിലേക്കും പേഴ്സണൽ സെഷൻസിലേക്കും നിങ്ങളെ ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു. നിങ്ങളുടെ ഫ്രീക്വൻസി ലെവൽ ഹൈ ആക്കാനുള്ള ടെക്നിക്സും കാര്യങ്ങളും ഞാൻ അതിൽ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് രാഹുലിൻ്റെ കഥയിലേക്ക് പോവാം. രാഹുൽ നല്ലൊരു ജോലി ആഗ്രഹിച്ചിരുന്നു. ദിവസവും പറയുമായിരുന്നു, എനിക്ക് നല്ല ജോലി വേണം, എനിക്ക് വലിയ ശമ്പളം വേണം, എനിക്ക് ലൈഫിൽ ഭയങ്കരമായിട്ട് സക്സസ്ഫുൾ ആണെന്ന് അവൻ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു. രാഹുലിന് ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇൻ്റർവ്യൂ കോള് വന്നിട്ട് ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് അവന് ഭയങ്കര ടെൻഷനായിരുന്നു. അവൻ മനസ്സിലിങ്ങനെ നിരന്തരം ഇത് ആവർത്തിച്ചുകൊണ്ടിരുന്നു, എന്നെ അവർ സെലക്ട് ചെയ്യില്ല, എന്നെക്കാൾ കഴിവുള്ള ഒരുപാട് പേര് അവിടെ ഉണ്ടാവും, എൻ്റെ ലാംഗ്വേജ് അത്ര പോരാ, എനിക്ക് ഇംഗ്ലീഷ് നന്നായി സംസാരിക്കാൻ അറിയില്ല. ഉള്ളിൽ അങ്ങനെ ഒരുപാട് ടെൻഷൻ രാഹുലിൻ്റെ മനസ്സിൽ ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോണ്ടായി. അതേപോലെ തന്നെ അവന് ഇൻ്റർവ്യൂവിൽ സക്സസ്ഫുൾ ആവാനും പറ്റാറില്ല. രാഹുൽ ഇതിനെക്കുറിച്ച് തൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനോട് പറഞ്ഞു. അപ്പോൾ ആ ബെസ്റ്റ് ഫ്രണ്ട് ഒരു ട്യൂണിംഗ് ഫോക്കിൻ്റെ എക്സാമ്പിൾ കാണിച്ചു കൊടുത്ത് രാഹുലിന് കാണിച്ചു. ഒന്നിനെ തട്ടിയപ്പോൾ മറ്റൊന്ന് വൈബ്രേറ്റ് ചെയ്തു. അപ്പോൾ ഫ്രണ്ട് ചോദിച്ചു, എന്തുകൊണ്ടാണ് രണ്ടാമത്തതും വൈബ്രേറ്റ് ചെയ്തത്? അപ്പോൾ രാഹുൽ ആൻസർ പറഞ്ഞു, രണ്ടും ഒരേ ഫ്രീക്വൻസിയിലായതുകൊണ്ട് മാത്രമാണ് വൈബ്രേറ്റ് ചെയ്തത്. ശേഷം ആ ഫ്രണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു, നീ ആത്മവിശ്വാസമുള്ള ഒരു ജോലിയാണ് നീ ആഗ്രഹിക്കുന്നത്, പക്ഷേ നിന്റെ മനസ്സിൻ്റെ ഫ്രീക്വൻസി ഏതാണ്? രാഹുൽ നിശബ്ദനായി. രാഹുലിന് മനസ്സിലായി രാഹുലിൻ്റെ മനസ്സിൻ്റെ ഫ്രീക്വൻസി എന്താണ്? ഭയത്തിൻ്റെ ഫ്രീക്വൻസി. പക്ഷേ ഗോളിൻ്റെ ഫ്രീക്വൻസി എന്തായിരുന്നു? കോൺഫിഡൻസിൻ്റെ ഫ്രീക്വൻസിയാണ്. അപ്പോൾ രണ്ടും തമ്മിൽ മാച്ച് ആവുന്നോ? കോൺഫിഡൻസ് ഒരു സ്ഥലത്ത്, മറ്റേ സ്ഥലത്ത് ഫിയറിൻ്റെ ഫ്രീക്വൻസി. അപ്പോൾ രാഹുലിൻ്റെ കാര്യം മനസ്സിലായി. രണ്ടാമത്തത് അടുത്ത നെക്സ്റ്റ് ഡേ തൊട്ട് രാഹുൽ നിരന്തരം പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. ജോലി അന്വേഷിക്കുന്നതിന് മുമ്പ് രാഹുലിൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാട് മാറ്റം വരുത്താൻ ശ്രമിച്ചു. രാഹുൽ ഡെയിലി കണ്ണാടിയിൽ നോക്കിയിട്ട് ഇങ്ങനെ പറയാൻ തുടങ്ങി, ഐ ആം ദി ബെസ്റ്റ്. രാഹുൽ നിരന്തരം കണ്ണാടിയിൽ നോക്കിയിട്ട് പറഞ്ഞു, ഐ ആം ദി ബെസ്റ്റ്. പിന്നെ എന്ത് പറഞ്ഞു? ഐ ആം capable. പിന്നെ എന്ത് പറഞ്ഞു? ഐ ഹാവ് വാല്യുബിൾ സ്കിൽസ്. പിന്നെ പറഞ്ഞു, ഐ ഡിസേർവ് ഓപ്പർച്യൂണിറ്റീസ്. ഇങ്ങനെ നിരന്തരം നല്ല നല്ല വാക്കുകൾ രാഹുൽ അവനോട് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ അവൻ കൂടുതൽ പഠിക്കാൻ തുടങ്ങി, ഒരുപാട് സ്കിൽസ് ഡെവലപ്പ് ചെയ്തു, സ്വയം തന്നിൽ തന്നെ ഒരുപാട് മാറ്റം രാഹുൽ വരുത്തി. ഓരോ ഇൻ്റർവ്യൂവിനെയും പരാജയത്തിൻ്റെ ഭയത്തോടെയല്ല, പഠനാവസരമാക്കി മാറ്റാൻ രാഹുൽ ശ്രമിച്ചു. അങ്ങനെ രാഹുൽ നിരന്തരം പ്രാക്ടീസ് ചെയ്തു. ഒരു 3 months കഴിഞ്ഞപ്പോൾ രാഹുലിന് ഒരു വലിയ കമ്പനിയിൽ നിന്ന് ഒരു കോൾ വന്നു. രാഹുൽ ഇതുവരെ അറ്റൻഡ് ചെയ്ത ഇൻ്റർവ്യൂസിനെ പോലെയല്ല. രാഹുൽ തീരെ ഭയപ്പെട്ടില്ല. രാഹുലിൻ്റെ ആത്മവിശ്വാസം ഒരുപാട് കൂടിയിരുന്നു. കാരണം ജോലി കിട്ടുമോ എന്നതിലുപരി രാഹുൽ തൻ്റെ മൂല്യം തിരിച്ചറിഞ്ഞിരുന്നു. അതുപോലെ തന്നെ രാഹുലിന് ജോലി ലഭിച്ചു. പക്ഷേ യഥാർത്ഥ വിജയം ജോലിയിലല്ലായിരുന്നു, രാഹുലിൻ്റെ ഫ്രീക്വൻസി മാറിയതായിരുന്നു. എന്ത് ചെയ്തതാണ്? രാഹുലിൻ്റെ ഫ്രീക്വൻസി മാറിയതായിരുന്നു. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, രാഹുലിന് ജോലി ലഭിച്ചത് വെറുതെ ചുമ്മാ ഇരുന്ന് ആഗ്രഹിച്ചുകൊണ്ടത് മാത്രമല്ല, രാഹുൽ തൻ്റെ ഗോളിൻ്റെ ഫ്രീക്വൻസിയിലേക്ക് ട്യൂൺ ചെയ്തത് കൊണ്ട് മാത്രമാണ് രാഹുലിന് ആ ഒരു ജോലി ലഭിച്ചത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു 256 Hz ട്യൂണിംഗ് ഫോക്കിന് 512 Hz ഫോക്കിന് ഒരിക്കലും റെസൊണൻസ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ നമ്മൾ വിജയം ആഗ്രഹിച്ചുകൊണ്ട് നമ്മളിങ്ങനെ ഭയത്തിലാണ് ജീവിക്കുന്നത്. സമൃദ്ധി ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ കുറവിലേക്ക് മാത്രം ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു നിരന്തരം. സ്നേഹം ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ സ്വയം നമ്മളെ തന്നെ വെറുത്താൽ ഫ്രീക്വൻസി
ഒരിക്കലും മാച്ച് ആകില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം നിങ്ങളിലേക്ക് വരാൻ കാത്തിരിക്കേണ്ട. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ ജീവിതത്തിൻ്റെ ഫ്രീക്വൻസിലേക്ക് നമ്മൾ വളരണം. കാരണം നിങ്ങൾ നേടുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നതല്ല. നിങ്ങൾ നേടുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നതല്ല. നിങ്ങൾ ആകുന്നത് തന്നെയാണ്. ഫ്രീക്വൻസി മാറുമ്പോൾ എന്തു മാറും? ഫ്രീക്വൻസി മാറുമ്പോൾ നമ്മുടെ ഫ്യൂച്ചർ മാറും. നമ്മുടെ ഈ വൈബ്രേഷൻ ഉയർത്തുക എന്നത് ഒരു മാജിക് അല്ല, അത് ചെറിയ ചെറിയ സ്റ്റെപ്സിൻ്റെ ഒരു റിസൾട്ടാണെന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് എന്തൊക്കെ ചെയ്യണം? ഫ്രീക്വൻസി നമ്മൾ നിരന്തരം നന്ദി പറയാം. നന്ദി പറയുമ്പോൾ എങ്ങനെ? ഉള്ളിൽ നിന്ന് നന്ദി പറയുക, നമ്മൾ സ്നേഹിക്കുക, പിന്നെ നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കുക, പുഞ്ചിരിക്കുക. കാരണം നിങ്ങളുടെ വൈബ്രേഷൻ ഉയരുമ്പോൾ നിങ്ങളുടെ ജീവിതം അതേ ഉയരത്തിലേക്ക് ഉയരാൻ തുടങ്ങും. അപ്പോൾ ഇന്ന് മുതൽ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ഇല്ലാത്ത കാര്യത്തിലേക്ക് നിരന്തരം ശ്രദ്ധിക്കുന്നതിന് പകരം നിങ്ങൾക്കുള്ളത് എന്താണോ അതിന് നിരന്തരം നിങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കണം. അതെ, നിങ്ങളുടെ വൈബ്രേഷൻ മാത്രമല്ല, അത് നിങ്ങളുടെ വൈബ്രേഷൻ മാത്രമല്ല, നിങ്ങളുടെ ജീവിതവും മാറ്റും. നിങ്ങളുടെ വൈബ്രേഷൻ ഉയരുമ്പോൾ നിങ്ങളുടെ ജീവിതവും അതേ ഉയരത്തിലേക്ക് ഉയരാൻ തുടങ്ങും. താങ്ക് യു.